ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഈ സ്ഥലം ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ? കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും മാഹി ബൈപ്പാസിൽ എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിൽ വീണ്ടും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. മാഹി ബൈപ്പാസിലെ റോഡുകൾ വീണ്ടും പൊളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പരാതിയായിരുന്നു മാഹി ബൈപ്പാസിൽ പൂർണ്ണമായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ല എന്നുള്ളത്. അതിനൊരു പരിഹാരമായിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട്. 18.6 കിലോമീറ്റർ വരുന്ന മാഹി ബൈപ്പാസ് തുടങ്ങുന്നത് കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ നിന്നും പിന്നീട് ഇത് അവസാനിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാടുമാണ്. 2024 മാർച്ച് 11 തീയതിയാണ് നമ്മളെ മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പൊ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അഴിയൂരിൽ നിന്നുമാണ് ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാഹി ബൈപ്പാസിൽ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഈസ്റ്റ് പള്ളൂർ ഭാഗത്ത് ആ സിഗ്നൽ ഇനി ഉണ്ടാവുകയില്ല കേട്ടോ. അവിടെയാണ് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പുതിയതായിട്ട് ഒരു അണ്ടർപാസ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് മാഹി ബൈപ്പാസ് തുടങ്ങുന്നത്. ഇതിന്റെ സർവീസ് റോഡോടെ പോയിട്ട് ഇടത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ മാഹിയാണ്, പിന്നീടാണ് തലശ്ശേരി വരുന്നത്. അത് പഴയ റോഡാട്ടോ. അപ്പൊ നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു, മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പഴയ മാഹി എങ്ങനെ ആയിരുന്നു എന്നുള്ളതൊക്കെ. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്തിട്ട് അതിൽ മാഹി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ മാഹി ബൈപ്പാസിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഫുൾ രൂപം കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. നമ്മൾ ഈ മാഹി ബൈപ്പാസ് ഓപ്പൺ ആയതിനു ശേഷം ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു ടോൾ ഉണ്ടായിരുന്നു. ആ ടോളിനോട് അനുബന്ധിച്ചുള്ള സ്ഥലത്ത് മാത്രമേ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയൊരു പരാതി തന്നെയായിരുന്നു. അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ട് ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. EKK ഇൻഫ്രാസ്ട്രക്ചർ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആദ്യം മാഹി ബൈപ്പാസിന്റെ കോൺട്രാക്ട് എടുത്തിരുന്നത്. പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അത് കൈമാറി. പിന്നീട് ഇപ്പോൾ വർക്ക് എടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവരാണ് പുള്ളൂർ ഭാഗത്തുള്ള സിഗ്നലിന്റെ അവിടുത്തെ സിഗ്നൽ ഒഴിവാക്കിയിട്ട് അവിടെ അണ്ടർപാസിന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അപ്രോച്ച് റോഡും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിന്റെ പണിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരാണ് പിന്നീട് പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും ഇവർ തന്നെ കേട്ടോ. ഈ മാഹി ബൈപ്പാസിന്റെ പണി നടക്കുന്ന സമയത്ത് അതിന്റെ ഓരോ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാനോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 21-22 വീഡിയോസ് മാഹി ബൈപ്പാസിന്റെ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. 18.6 കിലോമീറ്റർ വരുന്ന മാഹി ബൈപ്പാസിലെ പാലങ്ങളുടെയും അതുപോലെ തന്നെ റോഡിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടും ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കാതിരിക്കുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഹി റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. പിന്നീട് അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തത്. ഇത് പണി നടക്കുന്ന സമയത്ത് തന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഈ മാഹി ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലം ഒരു ബാലം നിറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. ആ ബാലം നിറഞ്ഞ സ്ഥലത്ത് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ള പരിപാടി ആയിരുന്നുണ്ടായിരുന്നു. അവിടെ ജിയോ ഗ്രിഡും ജിയോ സെല്ലൊക്കെ വിരിച്ചിട്ട് പണി നടന്നിരുന്നു, കോൺക്രീറ്റ് പൈലിംഗ് വെച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചിട്ട് രണ്ട് ഭാഗത്തും നിർമ്മിച്ച കോൺക്രീറ്റ് വാളിന്റെ ഭാഗികമായി പൊളിച്ചു കളഞ്ഞിട്ട് പിന്നീട് അവിടെ ഒരു പാലം നിർമ്മിച്ചിട്ടാണ് മാഹി ബൈപ്പാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞത്. ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ദേശീയപാത 66 കടന്നു പോകുന്ന ഒരു സ്ഥലത്ത് പോലും സിഗ്നൽ ഉണ്ടാകൂല എന്നുള്ളത്. പക്ഷേ മാഹി ബൈപ്പാസിന്റെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് പള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സിഗ്നലുകൾ സ്ഥാപിച്ചു. അത് ഏറെ ചർച്ചയായ വിഷയം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ സിഗ്നൽ ഇവിടെ വന്നതിന് ശേഷം 2-3 അപകടങ്ങളും ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ആ ജംഗ്ഷനിലുള്ള സിഗ്നൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് അവിടെ അണ്ടർപാസിന്റെ നിർമ്മാണമാണ് നടക്കുന്നത്. EKK ഇൻഫ്രാസ്ട്രക്ചർ അല്ല, അത് ആദ്യം മാഹി ബൈപ്പാസിന്റെ പണികളെടുത്ത കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇപ്പോൾ വർക്ക് എടുത്തിരിക്കുന്നത് ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ട്. അവരാണ് ഇപ്പോൾ നിലവിൽ ഈ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലുള്ള RE പാനലും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് ക്രാഷ് ബാരറൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ടോ. മറുഭാഗത്തും ഇതേമാതിരി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതേമാതിരി RE പാനലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ വർക്ക് ചെയ്തിരുന്നു കോൺക്രീറ്റിന്റെ, അതൊക്കെ കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഡ്രൈനേജിന്റെ മുകൾ ഭാഗത്തുള്ള സ്ലാബുകളും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് ക്ലോസ് ചെയ്തിരിക്കട്ടെ, ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നിലവിൽ ഇപ്പൊ മാഹി ബൈപ്പാസിൽ കൂടെ അഴിയൂർ ഭാഗത്തു നിന്നും നേരെ നമ്മളെ മുഴുപ്പിലങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമേ ഈ ഭാഗം എന്ന് വെച്ചാൽ ഈ സിഗ്നൽ ജംഗ്ഷനിൽ കൂടെ കടന്നു പോകാൻ പറ്റുന്നുള്ളൂ. പിന്നീടുള്ളത് നേരെ നമ്മളെ മുഴുപ്പിലങ്ങാടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട്, പള്ളൂർ ഭാഗത്ത് ഒരു ഓവർപാസ് ഉണ്ട് അപ്പുറം. അവിടുന്ന് ഇങ്ങോട്ട് സർവീസ് റോഡിൽ കൂടിയാണ് അഴിയൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത്. മാഹി ടൗണിൽ കൂടെ കടന്നു പോകുന്ന ഏതൊരു യാത്രക്കാരും ആഗ്രഹിച്ചാണ് മാഹി ടൗണും അതുപോലെ തന്നെ തലശ്ശേരിയും ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈപ്പാസ്. ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. പക്ഷെ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ഈ സിഗ്നലുള്ള സ്ഥലത്ത് ഒരു അണ്ടർപാസ് അവർക്ക് പണിതാൽ മതിയായിരുന്നു. അത് പണിയാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ രണ്ടാമതും ഈ മാഹി ബൈപ്പാസിൽ ഇതേപോലെയുള്ള വർക്ക് വന്നിരിക്കുന്നത്.
ഈ ബൈപ്പാസ് ഇവിടെ ഓപ്പൺ ആവുന്നതിന് മുമ്പ് മാഹിയിൽ കൂടെ യാത്ര ചെയ്തവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഗതാഗതക്കുരുക്കായിരുന്നു മാഹി ടൗണിലുണ്ടായിരുന്നത്. കാരണം അവിടെ ഇന്ധനത്തിന് വില കുറവാണ്. അതുകൊണ്ട് ദൂരത്തുനിന്ന് വരുന്ന ആളുകൾ അധികം ഈ മാഹിയിൽ കയറിയിട്ടാണ് ഇന്ധനം നിറച്ചിട്ട് യാത്ര ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും വല്ലാതെയാണ്. വലിയ വാഹനങ്ങളൊക്കെ അധികം അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അധിക സമയത്തും നമ്മളെ മാഹി ടൗണിലുള്ള റോഡ് വളരെയധികം ബ്ലോക്കായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ RE പാനലൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാ സ്ഥലത്തും ദേശീയപാതയിൽ കണ്ടമാതിരി തന്നെ ജിയോ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ടാട്ടോ. അപ്പോൾ ഈ RE പാനൽ മാറ്റിയപ്പോഴാണ് ഈ ജിയോ സ്ട്രാപ്പ് ഇവിടെ കണ്ടത്. ഇവിടെയൊക്കെ സോയിൽ നല്ല രീതിയിൽ തന്നെ കമ്പാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മഴ വന്നാൽ പോലും ഇത് ഒലിച്ചിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്രയും നല്ല ടൈറ്റിലാണ് ഈ ഭാഗത്തെ മണ്ണിരിക്കുന്നത്. ഈ റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നലിൽ കഴിഞ്ഞിട്ട് നേരെ അഴിയൂർ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സർവീസ് റോഡാട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ സർവീസ് റോഡിൽ കൂടെ വാഹനം കടത്തി വിടുന്നത്. മറുഭാഗത്ത് എന്ന് വെച്ചാൽ അഴിയൂരിൽ നിന്നും നേരെ നമ്മൾ മുഴപ്പിലങ്ങാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിന് ഒരു സൈഡിൽ മാത്രമേ ഗതാഗതം അനുവദിച്ചിട്ടുള്ളൂ. എന്തായാലും ഈ അണ്ടർപാസ് വരുന്നതോട് കൂടിയിട്ട് സിഗ്നൽ ഇല്ലാതെ നമുക്ക് ഈ ഭാഗത്തോടെ യാത്ര ചെയ്യാൻ പറ്റും. ഈ സിഗ്നൽ വലിയൊരു ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ 6 വരിപ്പാതയിൽ കൂടെയൊക്കെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് വരുന്ന സമയത്ത് ഈ സിഗ്നൽ കാണുമ്പോൾ ബ്രേക്ക് ഇടുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. അങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ സ്ഥാപിച്ച നമ്മളെ സിഗ്നൽ ലൈറ്റിന്റെ ബാറ്ററി ഒക്കെ മോഷ്ടിച്ചു പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ അണ്ടർപാസിന്റെ നിർമ്മാണം നടക്കുന്നത് ഇവിടെ ചൊക്ലി മാഹി റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് അണ്ടർപാസിന്റെ നിർമ്മാണം നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഴിയൂരിൽ നിന്നും നേരെ മുഴപ്പിലങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഈ സിഗ്നൽ കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇന്ധനം നിറയ്ക്കാൻ പോകട്ടോ. ഇവിടെ തന്നെ ഭയങ്കരമായ മാറ്റം വന്നിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ 14 പെട്രോൾ പമ്പുകളാണ് ഈ ഭാഗത്ത് മാത്രമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് മാഹി, റൈറ്റ് പോയി കഴിഞ്ഞാലാണ് ചൊക്ലിട്ടോ. അപ്പോൾ ഈ 2 ഭാഗത്തുമുള്ള ആളുകൾക്ക് ഈ അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അണ്ടർപാസ് മുഖാന്തരം യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 6 വരിപ്പാതയിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ സിഗ്നലിൽ കാത്തുകെട്ടി കിടക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ യാത്ര സുഖമായി പോകാം. പക്ഷേ ഇവിടെ 100 കിലോമീറ്ററിന്റെ ബോർഡൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ 80, 65 മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. എന്തായാലും വർക്കുകളെല്ലാം നല്ല വേഗതയിൽ തന്നെ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല പണികളായിട്ട് ഇനിയും കുറെ ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിക്കാനുണ്ട്. അതിന്റെ വർക്കുകളൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്നതായിരിക്കും. സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും പൂർത്തീകരിക്കുന്നതായിരിക്കും. ഇപ്പൊ നിലവിൽ ഒരു ഭാഗത്ത് മാത്രമേ 6 വരിപ്പാതയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഴപ്പിലങ്ങാട് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മാഹി ബൈപ്പാസിൽ ആകെ ഒരു ഓവർപാസ് ഉള്ളൂ. ആ ഓവർപാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള വർക്ക് കേട്ടോ. അപ്പൊ ആ ഭാഗം മാത്രമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് നേരെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനം കടന്നു പോകേണ്ടത്. മറുഭാഗം ഇപ്പൊ നിലവിൽ 6 വരിപ്പാതയിൽ ഒരു ഭാഗം പൂർണ്ണമായിട്ട് തുറന്നിട്ടുമുണ്ട്. ഇനി ഇവിടെ പണികൾ കഴിഞ്ഞാൽ മറുഭാഗത്ത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഇതേമാതിരി തന്നെ അവിടെ പിന്നീട് സർവീസ് റോഡിൽ കൂടെ വാഹനം കടന്നു പോകേണ്ടി വരും. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ 2024 മാർച്ച് 11-ാം തീയതിയാണ് മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അന്ന് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് വാഹനം ഓടിത്തുടങ്ങിയ ഒരു റോഡാണിത്. ഇപ്പൊ അതാ വീണ്ടും രണ്ടാമത് കുത്തിപ്പൊളിക്കണം. ഇത് എക്സ്പെൻസ് കൂടുതലല്ലേ വരുന്നത്? ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? പിന്നെ ഈ മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്ത് ഒരു ടോൾ പ്ലാസ ഉണ്ട്. ഈ ടോൾ പ്ലാസന്റെ ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് ഭയങ്കരമായ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. കാരണം വേറെ സ്ഥലത്തൊന്നും റോഡിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ഈ 18.6 കിലോമീറ്റർ ആയ മാഹി ബൈപ്പാസിന്റെ പണി പൂർത്തീകരിച്ചപ്പം ഇതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ടോൾ പിരിക്കുക എന്നുള്ളത് അന്ന് വലിയ പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. പിന്നീട് കാര്യമായിട്ട് വേറെ കാര്യങ്ങളൊന്നും അവിടെ കണ്ടില്ല. വാഹനങ്ങൾ ടോൾ കൊടുത്ത് തന്നെ പിന്നീട് ഇതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഇനി മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസ താൽക്കാലികം മാത്രമാണ്. ദേശീയപാത 66ന്റെ വികസനത്തിൽ കോഴിക്കോട് ജില്ലയിൽ 2 ടോൾ പ്ലാസ ഉള്ളത്. ഒന്ന് പന്തീരങ്കാവ് ടോൾ പ്ലാസ, അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ടോൾ പ്ലാസ വന്നിരിക്കുന്നത് അഴിയൂർ എത്തുന്നതിന് മുൻപായിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പം കുഞ്ഞിപ്പള്ളിയൊക്കെ എത്തുന്നതിന് മുൻപായിട്ട് മുക്കാളി ചോമ്പോല ഭാഗത്താണ്. അവിടുത്തെ ടോൾ പ്ലാസന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ഈ ടോൾ പ്ലാസ എന്ന് വെച്ചാൽ മാഹി ബൈപ്പാസിന്റെ മുകൾ ഭാഗത്തുള്ള ടോൾ പ്ലാസ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ഭാഗത്ത് കല്യാശ്ശേരി എന്ന സ്ഥലമുണ്ട്. അവിടെ ടോൾ പ്ലാസന്റെ പണി നടക്കുന്നുണ്ട്. ആ കല്യാശ്ശേരി ടോൾ പ്ലാസന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ സിഗ്നൽ കഴിഞ്ഞിട്ട് നേരെ മുഴപ്പിലങ്ങാട് ഭാഗത്തേക്ക് പോകട്ടോ. ഇപ്പൊ ഈ 2 ഭാഗത്തും എത്രത്തോളം പമ്പുകൾ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കോട്ടോ. ഇഷ്ടം പോലെ പമ്പുകളാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമായിട്ട് കുറെ പമ്പുകളുണ്ട്. അതിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നേരെ നോക്കിയാൽ കാണുന്നതാണ് നമ്മുടെ മാഹി ബൈപ്പാസിലുള്ള ഏക ഓവർപാസ് കേട്ടോ. പിന്നെ വേറെ ഓവർപാസുകളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇനി കുറെ ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ നടക്കാനുണ്ട്. ആ പണികളും പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ മാഹി ബൈപ്പാസിലെ വർക്കുകൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായി ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് മാഹി ബൈപ്പാസിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ല എന്നുള്ളത്. അതിനൊക്കെ എന്തായാലും പരിഹാരമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മാഹി ബൈപ്പാസിൽ ഞാനിപ്പോൾ വന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പമ്പുകളാണ്. കാരണം ഞാനൊരു 8 മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു പമ്പിലേക്ക് വരുന്ന വഴിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് ഏകദേശം 2-3 പമ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എത്രങ്ങാനും പമ്പുകളാണ് ഈ ഭാഗത്ത് വന്നത്.
അപ്പോൾ കോഴിക്കോട് നിന്നും മുഴപ്പിലങ്ങാട് പോകുന്നവർക്കും മുഴപ്പിലങ്ങാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവർക്കും രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് എക്സിറ്റ് എടുക്കുക, ഈ എക്സിറ്റ് എടുക്കേണ്ട സ്ഥലത്ത് അതാത് പമ്പുകളുടെ സ്റ്റാഫുകളെ നിർത്തിയിട്ടുമുണ്ട്. അപ്പോൾ നോ ടെൻഷൻ, ശരിക്കും നോക്കി പോന്നു കഴിഞ്ഞാൽ ഈ സ്റ്റാഫുകളെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാഹി ബൈപ്പാസിൽ വരുന്ന പുതിയ അണ്ടർപാസിന്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.